ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? രാവിലത്തെ ഒരു ഗുഡ് മോർണിംഗോട് കൂടി തന്നെ നമ്മുടെ ഇന്നത്തെ പ്രയാണത്തിലേക്ക് കടക്കാമെന്ന് കരുതി. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് സേഫായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. രേഷ്മയാണ് കേട്ടോ, ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ നമ്മളെ കട്ടൻ്റെ ആ ഒരു പരിപാടിയിലേക്ക് നടക്കുകയാണ് കേട്ടോ. അണ്ണൻ ഇപ്പം സമയം ഏതാണ്ട് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് 5:30 ആവാറായിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ എണീറ്റതാണ്. നമ്മൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കിയത് അത് ഇച്ചിരി തിളച്ച് പോയി. അപ്പോൾ ഞാൻ കരുതി അന്ന് അവിടെ ഇരുന്ന് ചൂടാറട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് കട്ടനൊക്കെ ഇട്ടിട്ട് അവർക്കൊക്കെ കൊണ്ടു കൊടുത്തിട്ട് നമ്മുടെ ബാക്കി പരിപാടിയിലൊക്കെ കിടക്കുമ്പോഴത്തേക്കിനും അതൊന്നും കുടിക്കത്തക്ക രീതിയിലുള്ള ചൂടാറുമല്ലോ സോറി. അപ്പം ഞാനിങ്ങനെ കട്ടനകത്തോണം നമുക്ക് കട്ടൻ മുഖ്യം ബിഗിലേ. നമ്മൾ ചായയിൽ നിന്നും കാപ്പിയിൽ നിന്നുമൊക്കെ ഒരുപാട് ഇങ്ങനെ കഴിക്കാതെ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു രീതിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ കട്ടനൊക്കെ ഇട്ടതാ അണ്ണന് കൊണ്ടു കൊടുക്കാൻ പോവാം. ഞാനിത് കൊണ്ടു കൊടുക്കാൻ ചെന്നപ്പോൾ തന്നെ എന്നെ വഴക്ക് പറയാം, നിനക്കൊന്നും ഒരു മടുപ്പും വരത്തില്ലേ ഇങ്ങനെ ഈ ഫോണും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതിനെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ പാർത്തമ്മ ഇവിടെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റിരുന്ന് അവൻ പഠിക്കുകയാണ് കേട്ടോ. 5:30 ആയപ്പോഴാണ് ഞാൻ വിളിച്ചത്. അപ്പോഴത്തേക്കിനും 5:30 ആകുമ്പോഴായിരുന്നു എണീറ്റിരുന്ന് പഠിക്കുന്നത്. പിന്നെ നമുക്കിന്ന് രാവിലെ പുട്ടും സാമ്പാറും. നിങ്ങളാരെങ്കിലും പുട്ടിൻ്റെ കൂടെ സാമ്പാർ കഴിച്ചിട്ടുണ്ടോ? ദോശയുടെ ഇഡലിയുടെയും കൂടെ അല്ലാതെ പുട്ടിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പറാണ് കേട്ടോ. ഈ കടലക്കറിയോ വേറെ എന്ത് കറി ഇല്ലെങ്കിലും നമുക്ക് സാമ്പാർ കൂട്ടി പുട്ട് കഴിക്കാൻ കൂടെ ഒരു അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, അല്ല കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഈ പറയുന്നത് തള്ളാണോ സത്യമാണോ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ടാസ്ക് പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് തേങ്ങ പൊട്ടിക്കൽ. ഞാൻ തേങ്ങ പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ ഒരെണ്ണം ചെറുത് ഒരെണ്ണം വലുതുമായിട്ടൊക്കെ വരുന്നതാണ്. എന്തോ ഭാഗ്യത്തിന് അത് രണ്ടും സെയിമായിട്ട് തന്നെ മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ടാസ്ക്കാണ് തേങ്ങ പൊട്ടിക്കൽ. പിന്നെ തേങ്ങാ തിരുമ്മലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. പിന്നെ പുട്ട് അത് പിന്നെ അവിടെ ഇരുന്ന് ആവുമല്ലോ, ആവിയിലായിക്കോളും. അപ്പോഴത്തേക്കും നമ്മുടെ നമ്മൾ കുടിക്കുന്ന വെള്ളം തണുത്തിട്ടുണ്ടായിരുന്നതാ. ഇത് കണ്ടു കഴിഞ്ഞാൽ കട്ടനാണെന്നേ തോന്നത്തുള്ളൂ, പക്ഷേ ഇത് കട്ടനല്ല. നിങ്ങളൊക്കെ ഇപ്പോൾ പൊതുവെ യൂട്യൂബിൽ കാണുന്നതായിരിക്കുമല്ലോ ഗ്ലൂട്ടാത്തയോണ്ട് ടാബ്ലറ്റ് ഹോം മെയ്ഡ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെ വെളുക്കാനും വേണ്ടിയൊന്നും അല്ലടോ, കുറച്ച് ബ്ലഡൊക്കെ നന്നായിട്ട് ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു രീതിയിലാണ് ഉണ്ടാക്കിയത്. പിന്നെ നമുക്ക് സാമ്പാറിനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നതാണ് കേട്ടോ. എൻ്റെ ക്യാമറയ്ക്ക് ഒരു ആട്ടം തട്ടിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെ ഒരു കുഞ്ഞുമണിയല്ലേ സുന്ദരി, ഒരു കുഞ്ഞു പൂച്ച, അവൾ വന്ന് എൻ്റെ സ്റ്റാൻഡിൽ തട്ടിയതാണ്. അതുകൊണ്ടാണ് എൻ്റെ സ്റ്റാൻഡിനൊരു ആട്ടം വന്നത്. അപ്പം നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം നമുക്ക് കഷ്ണിച്ച് എടുത്തുകൊണ്ടേ ഇരിക്കാം. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ ജോലിയൊക്കെ ഒരുവിധം കഴിഞ്ഞ് ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞാൻ കാണിക്കാഞ്ഞതാ. പിന്നെ ദാണ്ടെ പാർത്തമോൻ ഒരുങ്ങുവാണ് സ്കൂളിൽ പോകാനായിട്ട്. അവരുടെ യൂണിഫോം ഇത് ചൊവ്വാഴ്ചത്തെ യൂണിഫോമാണ് കേട്ടോ. അപ്പം അവന് റെഡി ആവുകയാണ്. ഇപ്പോൾ ഭയങ്കര മടിയാണ്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേക്കും ഭയങ്കര നാണമാണ്. മുടിയൊക്കെ ചെയ്യുന്ന നേരത്തെ തന്നെ ഓടിച്ചു വിട്ടേ. അങ്ങനെ എല്ലാവരും പോയി, അണ്ണം പോയി, പാർത്തം പോയി, എല്ലാവരും പോയി. ഞാനും എൻ്റെതായി സുന്ദരിമണികൾ മാത്രമുണ്ട്. ദാണ്ട് ഇവളുടെ കാര്യം ഞാൻ പറഞ്ഞ എൻ്റെ ക്യാമറയെ വന്ന് തട്ടിയെന്ന്, അല്ല എൻ്റെ സ്റ്റാൻഡേ വന്ന് തട്ടിയെന്ന് കണ്ടോ. ഇവളുടെ ചേച്ചിയെ ഏൽപ്പിച്ചിട്ട് ഇവളുടെ അമ്മ മരിച്ചുപോയി. അപ്പം ഞങ്ങളിങ്ങനെ നോക്കും, കുഞ്ഞാട്ടോ, കുഞ്ഞു പൂച്ചയാണ്. അപ്പം അവളുടെ അടുത്ത് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ ആസ്ഥാന പരിപാടിയായിട്ടുള്ള പാത്രം കഴുകൽ അതിലേക്ക് കയറിയിരിക്കുകയാണ്. അത് എല്ലാ വീട്ടമ്മമാർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ജോലിയാണല്ലോ, തുണി കഴുകൽ, പാത്രം കഴുകൽ, ഇത് രണ്ടും. അപ്പം പാത്രം കഴുകലിലേക്ക് കടന്നിരിക്കുകയാണ് ഞാൻ. അങ്ങനെ ഒരുപാടൊന്നും കഴുകാനൊന്നും ഇല്ലായിരുന്നടാ, കുറച്ച് മാത്രമേ ഉള്ളായിരുന്നു. കാരണം നമ്മൾ വൈകിട്ട് എല്ലാ ജോലികളും ഒതുക്കി അടുക്കളയെല്ലാം നീറ്റ് ആൻഡ് ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ അടുക്കളയിലേക്ക് കയറുമ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബായിരിക്കും. പിന്നെ നമ്മുടെ അടുക്കള രാവിലെ നമ്മൾ ചെയ്യുന്ന ആ പാചകം ചെയ്യുന്നതിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ മാത്രമേ, എന്തായാലും വീട്ടിൽ അടുക്കള ജോലി ചെയ്യുമ്പോൾ കുറച്ച് 1-2 പാത്രങ്ങളെങ്കിലും അഴുക്കാവാതിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ അഴുക്കായിട്ടുള്ള പാത്രങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് പാത്രം കഴുകൽ തീർക്കാനും പറ്റി. രാവിലെ എല്ലാവരും പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനും കുളിയും തന്നെയൊക്കെ നടത്തിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒറ്റയ്ക്കൊക്കെ ആയി. പിന്നെ വൈകുന്നേരമായടോ, ഞാനൊന്നും കിടന്നൊന്ന് മയങ്ങി. അതിന് ശേഷം പിന്നെ നമ്മളുടെ പെരയ്ക്കകം വൃത്തിയാക്കലും ഒക്കെയാണ്. പിന്നെ വൈകിട്ടും രാവിലെ എപ്പോഴും നമ്മൾ അടിച്ചു വാരണമല്ലോ. വൈകിട്ട് അടിച്ചു വാരി പിന്നെ മുറ്റം അടിച്ചു വാരുന്നതാണല്ലോ എല്ലാ സ്ത്രീകളും ചെയ്യുന്നത്. രാവിലെയും വൈകിട്ടും മുറ്റം തൂക്കണം എന്നല്ലേ പറയുന്നത്. അപ്പം വൈകിട്ടത്തെ കലാപരിപാടിയാണിത്. അതിന് ശേഷം പിന്നെ ഇനി മുറ്റം തൂക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ, ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് തരാൻ മറക്കുന്നു. ലൈക്ക് തരിക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്നുള്ളൊരു ശുഭപ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ. സ്നേഹപൂർവ്വം രേഷ്മ.